ഹായ്, വെൽക്കം ബാക്ക്. രണ്ടാം ഊഴം ഇൻസ്പയർഡ് ആയിട്ടൊരു സിനിമ വരികയാണെങ്കിൽ ഭീമൻ അതിലെ പ്രധാന കഥാപാത്രത്തിനെ മലയാള സിനിമയിൽ ആരവതരിപ്പിക്കും? മോഹൻലാൽ, ലാലേട്ടൻ എന്നുള്ള പേരാണ് കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേര്. അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുകയും അങ്ങനെ ഭീമനായിട്ടുള്ള ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. വലിയ ചർച്ചയാണ്. പക്ഷേ ഈ സിനിമയെ കുറിച്ച് കൂടുതലൊന്നും ഇപ്പോ പുറത്ത് വരുന്നില്ലെങ്കിലും അങ്ങനെ സിനിമ നടക്കും എന്ന് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഭീമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നടക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ട്രെയിലർ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഏകദേശം ഒരു AI കൺസെപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ AI മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ. AI മീഡിയ എന്ന് പറഞ്ഞാൽ AI ആർട്സ് അക്കാദമി കേട്ടോ. അങ്ങനെ പറഞ്ഞ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. 5 ദിവസം മുമ്പാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരുപാട് പേരാണ് ഇത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേരാണ് ഇതിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. 3 പേർക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മാത്രമേ ഗംഭീരമാണോ ഈ സാധനം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കണ്ടറിയാം സുഹൃത്തുക്കളെ, കണ്ടറിയാം. പിന്നെ ഇതിൽ പൊതുവെ കാണുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഈ ക്യാരക്ടർ കുറെ ഏകദേശം സെയിം ആയിരിക്കും, പക്ഷെ അതിനേക്കാളൊക്കെ സൂപ്പറായിട്ട് ഒരാൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വിഷ്വൽസും അതിന്റെ ആർട്ട് വർക്കുകളൊക്കെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടറിയാം. തമ്മില് കിട്ടുക്ക തമ്മിലാണ് ലാലേട്ടന്റെ ഒരു എന്താ പറയാ ഒരു മാരക നോട്ടം നോക്കിയിരിക്കുന്ന സാധനം. AR അക്കാദമി പ്രസൻസ് ഭീമ. ലെറ്റ് റെഡി. സൂപ്പർ വർക്ക് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ഗംഭീരം അങ്ങനെ ഫീൽ ചെയ്തില്ലെങ്കിലും ഇതിൽ ആ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഓരോ ക്യാരക്ടർ. പക്ഷെ ഇത് വേറെ സംഭവം കാസ്റ്റിംഗ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത മനോഹരമായ സ്വപ്നം എന്ന് പറയേണ്ടി വരും. ഇപ്പൊ മമ്മൂക്കയും ലാലേട്ടനും വരുന്നത് ഓക്കെ. പിന്നെ മമ്മൂക്ക ലാലേട്ടൻ പ്രധാന കഥാപാത്രമായിട്ട് ഭീമനെ അവതരിപ്പിക്കുന്നത് മമ്മൂക്ക ആരായിട്ട് വരും ചോദിച്ചാൽ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് അത്യാവശ്യം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമുക്കത് ചെയ്യും. അവിടെ ഹീറോയിസം മറ്റൊന്നും നോക്കാത്ത പരിപാടിയാണ് ഇപ്പൊ മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ക്യാരക്ടറിന് അത്രയും പവർ ഉണ്ടെങ്കിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ക്യാരക്ടറാണ് നമുക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കമൽഹാസൻ ഒരു പക്ഷേ വന്നേക്കാം, കാരണം അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. രജനികാന്ത് പുള്ളിക്കാരൻ ഒരു ഓക്കെ വലിയ പൈസ ഒന്നും ചോദിക്കാതെ ഇത്രയും വലിയ സാധനമാണല്ലോ ഞാൻ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ചെറിയൊരു ക്യാരക്ടർ വരികയാണെങ്കിൽ വന്നേക്കാം. പ്രഭാസ് താങ്ങൂ, റാണ തകവതി താങ്ങൂ, ശരത് കുമാർ വരാൻ സാധ്യത ഉണ്ടോ? ഇങ്ങനെ ഇത്രയും കാസ്റ്റിംഗ് ഒരു വലിയ പ്രശ്നമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. മലയാളത്തിൽ പക്ഷെ ഈ സിനിമ എടുക്കുകയാണെങ്കിൽ ഭീമൻ ഓക്കെ. കാരണം അത്രയും വലിയ ഇപ്പൊ രണ്ടാം ഊഴം എന്ന് പറയുന്നത് വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാലോ. ഭീമന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ മൊത്തം കഥ പറഞ്ഞു വന്നത്. ഭീമൻ എങ്ങനെയാണ് ഈ കാഴ്ചപ്പാടിൽ, ഭീമന്റെ കാഴ്ചപ്പാടിൽ അർജുനൻ എങ്ങനെയാണ്, കർണൻ എങ്ങനെയാണ്, മറ്റുള്ളവരെങ്ങനെയാണ്, ഒരു പ്രശ്നത്തിന് ഭീമൻ എങ്ങനെയാണ് നേരിടുന്നത്, അയാളുടെ പ്രണയം എന്തായിരുന്നു, അയാൾക്ക് ആ പ്രണയത്തിൽ ഉണ്ടായിരുന്ന നഷ്ടം എന്തായിരുന്നു,
അയാൾ ആഗ്രഹിച്ച സ്നേഹം ശരിക്കും എന്താണ്, അയാൾ എവിടേക്കാണ് ഒറ്റപ്പെട്ടത് തുടങ്ങിയിട്ടുള്ള ആ ഭീമന്റെ മാനസികാവസ്ഥയിലൂടെയാണ് മുഴുവൻ ഈ കഥ പറഞ്ഞു പോകുന്നത്. ഭീമൻ തന്നെയാണ് പ്രധാന ക്യാരക്ടറും. അപ്പോ ഇത്രയും നടന്മാരുണ്ടെങ്കിലും, ഈ പറഞ്ഞ പ്രഭാസും മറ്റുള്ള ആളുകളും രജനീകാന്തും കമൽഹാസനും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെയൊക്കെ മുകളിൽ നിന്ന് ആ ക്യാരക്ടറിനെ ഷോൾഡർ ചെയ്യാനുള്ള കപ്പാസിറ്റി ലാലേട്ടനുണ്ട്. അതിൽ ഒരു പ്രശ്നവുമില്ല, ലാലേട്ടൻ അത് താങ്ങും. ഇത്രയും ക്യാരക്ടേഴ്സിനെ ബഡ്ജറ്റ് വെച്ച് നമുക്ക് ഒരിക്കലും മലയാളത്തിൽ മാത്രമായിട്ട് നമ്മൾ സിനിമ എടുക്കുകയാണെങ്കിൽ നടക്കൂല. അല്ലാണ്ട് മൊത്തം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം നോക്കാം. പക്ഷെ മൊത്തം വരുമ്പോഴെന്താ പ്രശ്നം വെച്ചാൽ, ഒന്ന് കൽക്കി എന്ന് പറഞ്ഞ സിനിമ അതൊരു യൂണിവേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളും ഒരു 7 ഭാഗങ്ങൾ വന്നേക്കാം എന്നും പറയുന്നുണ്ട്. അപ്പോ അതിൽ തന്നെ ഈ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് ഒന്ന്. പിന്നെ ഈ രണ്ടാം വഴി പറഞ്ഞ പോലെ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ ആയതുകൊണ്ട് കുറെ ഡിഫറെന്റ് ആയിട്ട് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ അവിടെ പ്രോബ്ലം ഇല്ല. പക്ഷെ ഈ ക്യാരക്ടേഴ്സ്, ഈ SS രാജമൗലി ഇനിയിപ്പോ പുള്ളിക്കാരന്റെ ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടാണ് ഈ മഹാഭാരതം എന്ന് പറയുന്ന ഒരു മുഴുവൻ സിനിമയായിട്ട് ചെയ്യാൻ പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൽ ഈ കാര്യങ്ങളൊക്കെ വന്നു പോകും, ഓഫ്കോഴ്സ് ഇവരൊക്കെ വന്നു പോകും. അപ്പൊ ഈ ക്യാരക്ടേഴ്സിനൊക്കെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇവരെ നമ്മൾ കണ്ട് നമുക്കൊരു ഇവര് ഇന്ന ആള് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കർണൻ, ഇപ്പൊ നമ്മൾ പ്രഭാസിനെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഇനി പ്രഭാസ് കർണൻ എന്നുള്ളൊരു ഫീല് വരും. അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ അതിനെ മറികടക്കുന്ന രീതിയിൽ മലയാളത്തിൽ കാസ്റ്റിംഗ് വരണം, എന്നാലേ സംഭവം പൊളിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു കാസ്റ്റിംഗ് വരാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ സത്യം പറഞ്ഞ ആരാണ് ഉള്ളത് എന്നുള്ള ഡൗട്ട് കൂടെ ഉണ്ട്. ലാലേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ അഭിപ്രായത്തിൽ പൃഥ്വിരാജ് കുമാരൻ, ടൊവിനോ തോമസ്, ജോജു ജോർജ്, പിന്നെ ഉണ്ണി മുകുന്ദൻ, ബോഡി വെച്ചൊരു ഏകദേശം ഈ രണ്ടാം മൂഴി എന്ന് പറയുമ്പോൾ മഹാഭാരതത്തിലെ ഏത് കഥാപാത്രം എടുത്താലും അറിയാലോ, ആ ഒരു സ്ട്രെങ്ത്തും പവറും ബോഡിയൊക്കെ ഉള്ള കുറച്ച് ആളുകൾ വേണം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇങ്ങനത്തെ ആളുകളാണ്. പണ്ടൊക്കെ തിലകൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടലൻ ക്യാരക്ടർ വന്നേനെ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളത് കമന്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ആക്ടേഴ്സ്, ഇപ്പൊ പൃഥ്വിരാജ് ആണെങ്കിലും ടൊവിനോ ആണെങ്കിലും, ദുൽഖർ ഉണ്ട്, യെസ് കൽക്കിലും ഉണ്ട്, ദുൽഖർ ഉണ്ട്, പിന്നെ ജോജു ഉണ്ട്, ഫഹദ് ഫാസിൽ ഉണ്ട്. അപ്പൊ ഇതിൽ ഇവരൊക്കെ ഏത് ക്യാരക്ടർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതും കൂടെ കമന്റ് മറക്കാതെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ചെയ്യണം. ഇത്രയും വലിയൊരു സിനിമ, രണ്ടാം മൊഴിയൊക്കെ സിനിമ ആവാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സംഭവങ്ങൾ പുൾ ഓഫ് ചെയ്ത് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംവിധായകൻ മലയാളത്തിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പെട്ടെന്ന് പറയാൻ ഒരാളും സത്യം പറഞ്ഞാൽ ഇപ്പോ എന്റെ ഒരു മൈൻഡിൽ ഇല്ല. നമുക്കിപ്പോ മൊത്തത്തിൽ ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ എടുക്കുമ്പോൾ രാജമൗലിനെ പറയാം, ഇപ്പൊ നാഗോഷൻ ഓഫ് കോഴ്സ് നമ്മൾ പറയും. അതുപോലെ കുറെ ആളുകളുണ്ട് അങ്ങനെ വലിയ വലിയ ബ്രഹ്മാണ്ഡ സിനിമകൾ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ ആരായിരിക്കും എന്നുള്ളത് എന്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് ഒരാൾ വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഒരാൾ ഇന്ന ആൾ ഇത് ഡയറക്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു, അതിൽ മഹാഭാരതം ആണെങ്കിലും രണ്ടാം മൂഴമാണെങ്കിലും ഒക്കെ ഇന്ന സംവിധായകൻ ഇത് ഡയറക്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കാം, ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും മികച്ച ആൾ ഇന്ന ആളാണെന്ന് തോന്നുന്ന ഒരാളുണ്ടെങ്കിൽ അതും മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.